ഞങ്ങൾ പോയത് നോർത്ത് സൈഡായിരുന്നു. ഇത് നമ്മുടെ ക്യൂറിൻ ബീച്ചിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇതാ അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ്. ഈ സമയത്ത് പോയോണ്ടായിരിക്കാം നല്ല വെയിലാണ്. നമ്മൾ പോയി നിന്ന് അരമ്പോൾ ഭാഗം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഏരിയയായിരുന്നു. കാരണം യോഗ, ഫോറിനേഴ്സ്, ഒരു ഹിപ്പി, നല്ല നമുക്ക് ഇഷ്ടപ്പെടും സത്യം പറഞ്ഞാൽ. മീൻസ് എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ബട്ട് നമുക്ക് ആ ഒരു ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്താണ് കേവ് ഉള്ളത്. പക്ഷേ ആ കേവ് ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്ക് ചുട്ടു പൊള്ളണ വെയിലുകൊണ്ട് എനിക്ക് അതുവരെ പോകാൻ ഉള്ളൊരു അവധി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് എവിടുന്നോ ഞാനൊരു സൗണ്ട് കേട്ടു. നോക്കിയപ്പോൾ ഉണ്ടടാ നമ്മുടെ 2 കാട്ടുപന്നി എന്നെ കണ്ടിട്ട് നടന്നു പോകണം കേട്ടോ. ഞാൻ അവരെ കണ്ടിട്ട് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മളൊരു അറൗണ്ട് ഒരു 3 ഡേയ്സ് ഗോവയിലുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ അടിച്ച് പൊളിച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്. ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഏട്ടനിടയ്ക്ക് ഫ്രണ്ട്സിനൊക്കെ പോകാറുണ്ടായിരുന്നു നാട്ടിലുള്ള സമയത്ത്. അങ്ങനെ നമ്മൾ തിരിച്ച് ട്രെയിനിലാണ് പോയത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന 3rd AC കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമൊക്കെ നോക്കി കറക്റ്റ് അവിടെ തപ്പി പിടിച്ച് പോയി. അപ്പോഴാണ് വിശുന്നത്. എന്തായാലും കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഇത്തിരി നേരത്തെ എത്തി. അപ്പോൾ അവിടെ റെയിൽവേയുടെ അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സൊക്കെ അടച്ചേക്കുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ നീങ്ങിയപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ പോപ്പും കിട്ടി. അതങ്ങനെ കഴിച്ചു. പിന്നെ ഞാനൊരു ടീ അഡിക്റ്റാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മാക്സിമം ചായ അവിടെ പോയാലും കുടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ലാസ്റ്റ് എന്തായാലും ട്രെയിൻ കയറാനായിട്ട് മുന്നേ ഞാനൊരു ചായയും കുടിച്ച് അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തി.